സംഘപരിവാറിന്റെ അടുത്ത കളിസ്ഥലമാക്കി കേരളത്തെ മാറ്റിക്കൊടുക്കാൻ ഇപ്പോൾ CPM ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉഴുതുമറിക്കുന്ന ഈ കേരളമുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അത് സംഘപരിവാർ കൊത്തിക്കൊണ്ടുപോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, പാനൂരിലെ പ്രിയപ്പെട്ട സഖാക്കളെ, CPM-ന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷികളായത് സംഘപരിവാറിനെതിരെ പോരടിച്ചിട്ടാണ്, RSS-നെതിരെ പോരടിച്ചിട്ടാണ്. നിങ്ങളുടെ നൂറുകണക്കിന് സഖാക്കൾ ഈ കണ്ണൂരിന്റെ മണ്ണിൽ ചോരയിട്ട് വീണത്. ആ സഖാക്കൾ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച സംഘപരിവാറിനെ കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന വിഡ്ഢിത്ത നിലപാടാണ് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിഡ്ഢിത്തമാണ്, അത് അപകടമാണ്. ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ഞങ്ങളെ തോൽപ്പിക്കാമെന്നും വിചാരിക്കണ്ട. സഖാവ് പിണറായി 2020-ൽ ഞങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞതാ. 2020-ലെ തെരഞ്ഞെടുപ്പിലെത്തുമ്പോ ഞങ്ങൾക്ക് 41 തദ്ദേശ സീറ്റാണ് കേരളത്തിലുണ്ടായത്. പിണറായി വിജയൻ മറുവശത്ത് നിന്ന് ഇതുപോലെ നയിച്ച ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോ വോട്ടെണ്ണിയപ്പോ 65 സീറ്റിലേക്ക് എണ്ണം വർദ്ധിപ്പിക്കുകയാണ് വെൽഫെയർ പാർട്ടി ചെയ്തത്. ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ആ മനപ്പായസം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ CPM-നോ പിണറായി വിജയനോ സാധ്യമല്ല. പക്ഷേ കേരളത്തിന് നഷ്ടം വരും, കേരളം തകരും, കേരളം സംഘപരിവാറിന്റെ കളിസ്ഥലമായി മാറും. തൃശൂരിൽ സംഭവിച്ചതല്ല കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, സഖാക്കളായി പ്രവർത്തിച്ച ആളുകൾ BJP-യിലേക്ക് പോവുക. ഞാൻ ആലപ്പുഴക്കാരനാണ്. എന്റെ നാട്ടിൽ CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സിബിൻ ബാബു എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ എന്തുകൊണ്ട് BJP-യിൽ ചേരുന്നു എന്താണെന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് CPM വിട്ട് BJP-യിൽ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത്, CPM-ന് മുസ്ലിം പ്രീണനമുണ്ട്. എന്താ അതിന്റെ ന്യായം? ആലപ്പുഴയിലെ ലോകസഭാ സ്ഥാനാർത്ഥി AM ആരിഫാണ്. നിങ്ങളുടെ സഖാവ്, പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കുന്ന സഖാവ്, ആ സഖാവിന്റെ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷ പ്രീണനമായി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് സ്വന്തം സഖാക്കളെ മാറ്റിയെടുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് മംഗലപുരത്ത് CPM-ന്റെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി, അദ്ദേഹത്തോട് CPM പറഞ്ഞു, ഇത്തവണ നിങ്ങൾ സെക്രട്ടറി ആവേണ്ട. മധു മുല്ലശ്ശേരി നേരെ CPM-ൽ വിട്ട് BJP-യിലേക്ക് ചേർന്നു. കുടുംബസമേതം നിങ്ങളുടെ പ്രവർത്തകർ BJP-യിലേക്ക് പോവുകയാ. പുന്നപ്ര വയലാറിൽ വോട്ടെണ്ണിയപ്പോ CPM 3-ാം സ്ഥാനത്താണ്. ആലപ്പുഴ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്താണ്. നിങ്ങളുടെ അടിത്തറയായ വോട്ട് BJP-യിലേക്ക് പോയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനാണ് അവിടെ 2-ാം സ്ഥാനത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, തൃശ്ശൂരിലെ അന്തിക്കാട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വോട്ട് ചോർന്നു പോയിരിക്കുന്നു. ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ഇപ്പോൾ ഒരു സിദ്ധാന്തം പറയുന്നുണ്ട്. എന്താണ് ആ സിദ്ധാന്തം? തൃശ്ശൂരിൽ വിജയിച്ചത് ഞങ്ങളുടെ വോട്ട് ചോർന്നിട്ടല്ല, കോൺഗ്രസിന്റെ വോട്ട് ചോർന്നിട്ടാണ്. എല്ലാവരുടെയും വോട്ട് ചോർന്നിട്ടുണ്ട്. അതിന്റെ ഒരു കണക്ക് പറയുമ്പോ 2019-ലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ നിന്ന് 86,000 വോട്ട് കുറവാണ് 2024-ൽ തൃശ്ശൂരിൽ കോൺഗ്രസിന് കിട്ടിയത്. അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നിട്ടാണ് BJP ജയിച്ചത് എന്ന സിദ്ധാന്തം അതുവഴി CPM സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പുണ്ട് സഖാക്കളെ. 2021-ൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ലോകസഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിനേക്കാൾ 1.5 ലക്ഷം വോട്ടിന്റെ കുറവാണ് CPI-യുടെ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ സുനിൽകുമാറിന് തൃശ്ശൂരിൽ കിട്ടിയത്. എവിടെ പോയ വോട്ട്? ആ വോട്ട് ചോർന്ന് BJP-യിലേക്ക് പോയി. നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ അനുയായികൾ, നിങ്ങളുടെ സഖാക്കൾ BJP-യുടെ പാളയത്തിൽ എത്തിച്ചേരുന്ന
താൽക്കാലിക ലാഭം ഒരു പക്ഷേ പിണറായിക്ക് കിട്ടും, ഇടതുപക്ഷത്തിന് കിട്ടും. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് ബംഗാളാണ്, നിങ്ങളെ കാത്തിരിക്കുന്നത് ത്രിപുരയാണ്. അത് കേരളത്തിൽ സംഭവിക്കരുതെന്നാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. CPM തകർന്നാൽ ആ സ്ഥലത്ത് BJP ശക്തിപ്പെടും എന്ന രാഷ്ട്രീയ തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുന്നത് CPM-നെ തകർക്കാനല്ല. പക്ഷേ CPM അതിന്റെ രാഷ്ട്രീയം കൈവിട്ടുകൊണ്ട് വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിലേക്ക്, വർഗ രാഷ്ട്രീയത്തിൽ നിന്ന് ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ കേരളം ഇല്ലാതാകും എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുകയോ ആ രാഷ്ട്രീയ ബോധത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിക്ക് മുന്നിലും ഞങ്ങൾ വഴങ്ങുകയില്ല. സംഘപരിവാറിനോട് മുഖാമുഖം നിന്ന് പോരടിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഡൽഹിയിൽ കണ്ടിട്ടില്ലേ? RSSന്റെ ഗുണ്ടകളും പോലീസും ചേർന്ന്, സംഘപരിവാറിന്റെ പോലീസും ചേർന്ന് രാജ്യ തലസ്ഥാനത്തെ തെരുവീതികളെ ഭീകരമായ ആക്രമണങ്ങൾ കൊണ്ട് നിറച്ചപ്പോൾ അവർക്ക് മുന്നിൽ പെരുവിരൽ ചൂണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അവർക്ക് ജന്മം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് സംഘപരിവാറിന് മുന്നിൽ ഇഞ്ചു പോലും മുട്ടുമടക്കാത്ത ഞങ്ങളെ പിണറായി വിജയൻ ആ ബ്രണ്ടൻ കോളേജിലെ കത്തി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.